വാഴ വെട്ടിക്കളയാണ്. സൂക്ഷിക്കാതെ കേബിളിന്റെ വള്ളി ഇവിടെ ഉണ്ട്. കൊല പിടിക്കാൻ പോട്ടേട്ടാ. ഞാൻ കൊല വന്ന് മണ്ടയ്ക്ക് വീഴുന്ന കേബിളിന്റെ ഓരോള്ളോണ്ടേ നമ്മള് കൊല പിടിക്കട്ടാ കാണിക്കാം. ഇതായെന്ന് പറഞ്ഞ് ഇതെല്ലാം പൊട്ടിയേട്ടാ. എനിക്ക് പേടിയാണ് വീണാലാ. കിട്ടി നമുക്ക് ഞാൻ കരുതി ഇവിടെ ആയിരിക്കും വീഴുന്ന. കൊല പിടിച്ചോണ്ടിരിക്കണേ രണ്ടിനെന്തിനടി ഇവിടെ നിർത്തിയ. ഇതൊക്കെ ഭയങ്കര പണിയാണ് കേട്ടാ. ഈ കേവലിന്റെ വള്ളിയൊക്കെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പോകുമ്പോ നമുക്ക് തോരമ്പൊക്കെ എടുക്കാമേ. ഞാൻ നമുക്ക് വെട്ടി ഒതുക്കണം. വള്ളി കൂടെ കിടക്കുന്നുണ്ട്. എന്നെ കണ്ടില്ലേ? അയ്യോ മാറിയിക്കടി. നീ കൂമ്പൊക്കെ എടുത്തിട്ട് നീ തോരനൊക്കെ വെക്കണം. പൊട്ടിപ്പോട്ടാ. അവരുടെ നമ്മളെ പാടാണ്. അത് താഴോട്ട് വെക്കുകയാണ്. നമ്മളെ തിരികാട്ടി അവിടെ ഉണ്ട് കേട്ടാ. വാഴയുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നീ ആദ്യം ഇലയെല്ലാം ഇവിടെ എല്ലാം വൃത്തിയാക്കട്ടെ കേട്ടാ. അതെല്ലാം കൂടെ വെട്ടി ഇങ്ങനെ താഴോട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പേർക്ക് താഴോട്ട് കളയും. ഞാനേ അവിടെ വെട്ടി നമുക്ക് ഇതിന്റെ വാഴപ്പിണ്ടി എടുക്കാം, തോരൻ വെക്കാം. നമ്മളെ കൊല എവിടെയാടി? മറ്റേ കൊല നോക്കുവോ? ഇതേണ്ട. ഓ മൈ ഗോഡ്. മറ്റേ നമുക്ക് അവിടെ ഒരു കൊല ഉണ്ട് കേട്ടാ. അതും കൂടെ അവിടോട്ടിലും വെക്കട്ടെ. അതിന്റെ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പുറത്തെ കൊല നോക്കട്ടെ. അതും കൂടെ വെട്ടാണ്ട്. അവിടെ എല്ലാം നിൽക്കുന്ന കണ്ടായിരുന്നു. അത് ഇത്തിരി അതിൽ നിക്കണേ. ആയിരം തോന്നല്ലേ? മറ്റേ അത്ര ആയിരം ഈ ഇതില്ലേ കാ പൊട്ടണം. പൊട്ടിയാലേ അത് വെട്ടാവോള്. അങ്ങനെ പറഞ്ഞത്. അത് തന്നെ. അപ്പൊ ഇതായിട്ടില്ല. ഇതാവുമ്പോ ഇത് അതുപോലെയാണ്. അതിനെ കാട്ടി പാടാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല. വെട്ടി അങ്ങ് താഴോട്ട് വിട്ടു കൊടുത്താൽ മതി. നമുക്ക് നിന്ന് പിടിക്കാനും പറ്റൂല. അവര് താഴെയാണ് അവരെ മരക്കമ്പെല്ലാം നട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മള് ചീനിയൊക്കെ എടുക്കുന്ന. നമ്മളിവിടെ ആണ്ടെ വെണ്ടയ്ക്ക ഇടാൻ പോവുകയാണ്. നമ്മള് കിരികാട്ടി അവിടെ ഉണ്ട്. വെട്ടി നാണ്ട കളച്ച് വെച്ച് അങ്ങ് പോയി. നമ്മള് വാഴയൊക്കെ വെട്ടി ഇവിടെ എല്ലാം കളച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. അതിന്റെ കമ്പില്ലടി. ഇതിനകത്ത് ഒരുപാട് കുരുമുളക് ഇരിക്കുന്നുണ്ട്. നീ ഇതെല്ലാം പിച്ചെടുക്കാന്നായിരുന്നു. തോനെയുണ്ട്. മുകളിലോട്ടും ഉണ്ട്. നമ്മള് ഇവിടെ വെണ്ടയ്ക്ക് നടാനായിട്ട് കിളക്കണേ. കിളച്ചടച്ച് വന്നപ്പം പണ്ടങ്ങാണ്ട് നട്ട് കാച്ചി കിട്ടി. നമുക്കത് അവിച്ച് തിന്നണമെങ്കിൽ അവിടെ ചീനിയൊക്കെ എടുത്തിട്ട് അതിന്റെ കൂടെ ഒന്നിച്ച് പുളിമുളക്. നമ്മളാണ്ട് ഇവിടുന്നേ നട്ട് വരട്ടേട്ടാ. കുറച്ച് കണ്ട വേറെ വിത്തുണ്ട്. അച്ഛങ്ങനെ പറഞ്ഞു തന്നത് വാളരിങ്ങ ഇട്ടെന്ന്. ഇതൊരു സാധനമാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. നമ്മള് വെണ്ടയ്ക്ക് കുറച്ചേ ഉള്ളു. ബാക്കി നമ്മൾ അവിടെ നട്ടിട്ടുണ്ട്. അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് വേണം ഇതിന്റെ കൂടെ നടന്നു. ഇനി ബാക്കി ചേച്ചി ഞാനിതെല്ലാം വൃത്തിയാക്കി എടുത്തേ. നമുക്ക് കാച്ചിലുണ്ടോ? വെട്ടി എടുത്ത് അറിഞ്ഞില്ലല്ലോ. അറിയാത്തോണ്ട് മുറിഞ്ഞു പോയി. കഴിയെടുക്കാൻ കിടത്താറ. ഞാൻ പോയി കേട്ടോ. നമ്മള് കാന്താരിയും കൂടെ പ്രശ്നം പറഞ്ഞേ. കുറച്ച് ചീനിയും കൂടെ ഇട്ട് അവിക്കാം. ചീനി ഇല്ലടേ, എല്ലാം പന്നി കൊണ്ടുപോകണ്ടാണ്. കിടാട്ടി ഭയങ്കര ഇഷ്ടമാണ് ചീനി. ഇന്നോട്ട് തോന്നിയത് ഞാൻ മറ്റേതാടാ വെണ്ടയ്ക്കട. കൊല നമ്മളെടുത്തോണ്ട് വരാം. വെണ്ടയ്ക്കാട്ടാ. ഇത് ഒരു കുഴിയില് 2 എണ്ണം നടണം. ഇവിടെ ആയിട്ട്. അതാണ് നമ്മളെ ശാസ്ത്രം.
കുരുമുളക് തോനെയുണ്ട് കേട്ടാ. ഇത് 2 എണ്ണം നടാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കാച്ചിൽ കൂട്ടിയൊരു അടിപൊളി. അത് നമ്മൾ കുറേ നാളായി കാച്ചിൽ ചേനയും ചേമ്പൊക്കെ കണ്ടിട്ട്. കാരണം ഇപ്പൊ അതൊന്നും അങ്ങനെ നടന്നില്ല. നടാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്കല്ലേ ഇത് ഇഷ്ടമല്ലടി. അത് എനിക്ക് ചീനിയാണ് ഇഷ്ടം. എനിക്ക് ചീനിയാണ്. പക്ഷേ വെള്ളമൊന്നും 2 ഇല്ലാത്തതുകൊണ്ടാണ് വർഷത്തായിട്ട് നടണം എങ്കിലേ ഒഴിക്കാനൊക്കെ. നമ്മളപ്പുറത്ത് പോണ്ട കേട്ടോ. അപ്പുറത്ത് ആ വഴിയില്ലേ, ആ വഴിയിൽ അവിടെ വെണ്ടയ്ക്ക ഉണ്ട്. അപ്പൊ അതെല്ലാം പക്ഷെ ഉണങ്ങിപ്പോയി. അതിൽ നിന്ന് എടുക്കണം പകുതി. അതും കൂടി എടുത്തിട്ടാണ് ഇവിടെ കൊണ്ട് നടാൻ. എല്ലാം പറിച്ചെടുക്കണേ ഉള്ളോട്ട്. വെള്ളം കൂടെ കണ്ടെങ്കിൽ നമുക്ക് എന്നും ഒഴിച്ചു കൊടുക്കുകയും നല്ല കുടിക്കുകയൊക്കെ ചെയ്യും. കുരുമുളക് പറിച്ചുകൊണ്ട് പോയാലേ നമുക്ക് വെച്ചിരുന്നാൽ നല്ലതാണ്. കറിക്കൊക്കെ കുരുമുളക് അരയ്ക്കുന്നത് നല്ലത്. മീൻകറിക്ക് കുരുമുളക് മീൻ പൊരിക്കുന്നതിനും. എനിക്ക് നല്ല ഇഷ്ടമാണ് അതിന് മണമൊക്കെ. നമ്മൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇതാണ് മധുരം, തേങ്ങയുടെ മധുരം കാണും. കുരുമുളക് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുരുമുളക് കാണുന്ന ഒരു ഇച്ചിരി അടിയുള്ള കുഞ്ഞിരുന്നതിനകത്തില്ലേ, കവറിനകത്ത് ഇച്ചിരി പുലാണ് ഉള്ളത്. അപ്പൊ നമ്മളിതെല്ലാം നടത്തിട്ടാ. എന്നിട്ട് വേണം വീട്ടിൽ പോയി കാച്ചിൽ തിന്നെ. ഇപ്പൊ പുഴുങ്ങാൻ പോയിട്ടുണ്ട്. പുഴുങ്ങി കാണും. ഇതെല്ലാം മണ്ടയോട്ട് ഇരിക്കുന്നേച്ചി. നമ്മള് ചെല്ലുമ്പോ പുഴുങ്ങി കാണുമോ എന്തോ മോളോട്ടി. ഇതാണ് കേട്ടാ വാളരിങ്ങയുടെ വിത്ത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഇപ്പോഴാണ് കാണുന്നത്. നടുന്നതും ആദ്യമായിട്ട്. 3 എണ്ണം ഈ കുഴിയിലിട്ട്. കുരുമുളകും പിച്ച് തീർന്നല്ലേ. കാന്താരി വെറുക്കിയത് കേട്ടാ. പുഴുങ്ങുമ്പം തിന്നണ്ടേ കുരുമുളക്. മരം വേണ്ടേ? കുരുമുളക് വെച്ച് തീർന്നു. ഇനി എല്ലാം മുകളിലോട്ട് ഇരിക്കുന്നു. അതിന് അപ്പത്തില്ല പിച്ചായി. നമ്മൾ പോട്ടെട്ടാ. ഇനി നമുക്ക് പോയി തിന്നണം തളന്ന്. നമ്മളെന്ത് കൊണ്ട് പോട്ടു എടി അതിനകത്തോട്ടിട്ട് റെഡി കാന്താരി. ഇതും എടുക്കണേ. ചെറുത്. അപ്പൊ നമ്മളിനി അങ്ങോട്ട് പോട്ടെ. ഇനി ചേന എടുക്കാനായിട്ട്. ഇത് പിന്നെ വൃത്തിയാക്കിയാ പോരെ? അപ്പൊ ഇവിടുന്നാണ്ടേ നമ്മൾ പറഞ്ഞില്ലേ ചേനയും കൂടെ ഉണ്ടെന്ന്. അതും കൂടെ എടുക്കട്ടെട്ടാ. കിട്ടിയിരിക്കുന്നു. നമ്മളെ ചേന കിട്ടി. വേണ്ടേ ചെറുതാണ് കേട്ടാ. അയ്യോ കാലി എടുത്തിട്ട്. ചെറിയ ചേനയാണ് കേട്ടോ. ഇച്ചിരി ഉള്ളു. എങ്കിലും നമുക്ക് അതിന്റെ കൂടെ ആകുമ്പോ തികയുമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ. അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പൊ ഇത് കൊണ്ടുപോയിട്ടാ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കട്ടെ. ഇല്ല താഴ്ന്ന് പിച്ചിയ കാന്താരി ഇത്തിരിയേ ഉള്ളു. ഇതിനകത്താണ്ട് തോനുണ്ട് പഴുത്തതും. ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. നീ പറിച്ചിട്ടാ. അത് തികയില്ല. നമ്മളതിനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മക്കളെ ഇനി വരും ദിവസങ്ങളിലെ തോരനാണ്. ഇതെല്ലാം ചെയ്യട്ടെ കേട്ടോ. ചേച്ചി അതോടെ ഞാൻ വൃത്തിയാക്കി വെച്ചേക്കാണ് കാന്താരിയൊക്കെ. കളഞ്ഞിട്ട് ഇത് അടുപ്പ് വെച്ചിട്ട് പോകണം. നമ്മൾ വേവിക്കട്ടെ. തീയിടും. കഴിയുന്ന ഞാൻ തീട്ടോ ചൊറിയെന്ന് വിചാരിച്ചിട്ടാണ് കഴിവ് നടത്തുന്നത്. ഇവര് ചൊറിയില്ലെന്നൊക്കെ പറയും. അവസാനം ഇവർക്ക് ചൊറിയെന്നിട്ട് നമുക്ക് പറയത്തില്ല. എനിക്ക് അങ്ങനെ അധികം ചൊറന്നിട്ടൊന്നുമില്ല. ഇവര് പറയുന്നത് ഇവർക്ക് എപ്പോഴും ചൊറിയുന്നത്. ചീനി എന്നല്ലാതെ ഞാൻ ഇതൊന്നും അങ്ങനെ ചെത്തിയിട്ടൊന്നുമില്ല. ഈ സംശയം എനിക്കങ്ങനെ ചൊറഞ്ഞ് ഇതിനകത്ത് തന്നെ എടുത്തിടുന്നാടി. അറിയാൻ വേണ്ടി ചൊറഞ്ഞിട്ടുണ്ടോ? ഞാൻ മാറ്റിയിട്ടത് മതിയില്ലേ? കാണിക്കാമേ. അപ്പൊ നമുക്കിത് കഴുകിയെടുക്കാം. കട്ട് ചെയ്ത് ഓ തീർന്നു. തീ എത്തിച്ചാ നമുക്കിത് കഴുകാൻ വെക്കാമേ. സത്യം പറഞ്ഞ നീലയാണോ വെള്ളയാണോ അറിയാൻ വയ്യ കേട്ടോ. ചെറിയൊരു നീലിന് അകത്തുണ്ട്. പണ്ട് നട്ടതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഏതാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നീല കളറായാലും നമ്മളറിയത്തില്ല. ഇതൊക്കെ വെച്ചാൽ തമാശ തമാശയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണുണ്ട്. അടിയുള്ളോട് കമ്പൊക്കെ ഉണ്ട്. നമ്മളെ കുരുമുളക് തിരുമ്പത്തേക്ക് അവിടെ എല്ലാം വേവൂടിയിൽ കട്ടി. പെട്ടെന്ന് വേണം. ഉപ്പെടുത്തുണ്ടേ. ഓ വെള്ളം വെച്ചിട്ടുണ്ടേ. അതോടെ ചേച്ചി ഇടും.
ഇവിടെ ഉപ്പിടാനൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന അറിയാമോ? ശകലം കൂടിയുണ്ടല്ലേ പിന്നെ ആ ഇട്ട ആളെ പറയും ഇവളാണ് ഉപ്പിട്ടത് കൂടിയത്. അതാണ് ഞാൻ ചേച്ചിയെ കൊടുത്തത്. എനിക്ക് കേട്ടോ ചേച്ചി ചെയ്തിട്ട് പുളിഞ്ഞുണ്ടേ. നമ്മളിത് തീരുമ്പോ ഒരു സമയാവും കേട്ടോ. കൊറേ നേരം കൊണ്ട് തുടങ്ങിയതാ. ഇത് ഉണക്കണ്ടേ? മഴ ഉണ്ടപ്പോ വേണ്ട നമുക്ക് കുഞ്ഞുള്ളി ഇല്ലാതെ വേണ്ട സവാളയും കാന്താരി മുളക് പുളി പിന്നെ ഉപ്പും കൂടെ വെച്ചിട്ട് പുളിമുളക് അരയ്ക്കാമേ. ഞാൻ പോയി അരച്ചിട്ട് വരാം. ഞാൻ കുരുമുളകെല്ലാം അറിയത്തില്ല എങ്കിലും കാണിക്കുന്നുണ്ട്. അറിയാം നമ്മള് പാറ്റും അല്ലടി. അങ്ങോട്ട് അമ്മമാരൊക്കെ ചെയ്യുന്നതൊക്കെ അവര് ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് വരുന്നില്ല. അതിനൊക്കെ എന്തോ ഒരു നാക്കുണ്ട്. നമ്മള് ചെയ്യുമ്പോ ആവുന്നുണ്ട്. ആ കാര്യം അങ്ങ് കൊറേ അങ്ങ് തെറിച്ചു പോണക്കല്ലേ. സ്ഥിരം ചെയ്യാനെങ്കിൽ ഇതൊക്കെ ആവും കേട്ടാ. നല്ല രസം ഇങ്ങനെ പാറ്റായിരുന്നു. അമ്മൂമ്മ നല്ലോണം പറ്റുമായിരുന്നു. നല്ല രസമായിരുന്നു. ശകലം വഴി തരും. ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിട്ട് നമ്മളിതെല്ലാം വേവട്ടെ. ഇളക്കി കൊടുക്കണം. ഓ വേവുന്നതും കാത്തോട്ട്. അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചൂട് ചീനിയും കൂടെ വേണമായിരുന്നു. ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. എരിയും കൂടെ ആയപ്പോ വെള്ളം കുടിക്കാൻ കാച്ചില് മെയിൻ ആയിട്ടും ഇല്ല ചീനി. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടാ. എല്ലാം ശ്രദ്ധിക്കണം. ഞങ്ങള് കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരമൊന്നുമില്ല. നല്ല എരിയുണ്ട്. അപ്പൊ അരച്ച കമ്പനി മൊത്തം എടുത്തില്ല, കുറച്ച് എടുത്തു. എന്നിട്ട് എരിയും ചൂടും ചൂടും കൂടെ ഉള്ളതാണ് ഇത്ര എരി തോന്നിക്കുന്ന. നമുക്ക് പുളിമുളം വീട്ട് കഴിയാം. നമ്മൾ ഇതെല്ലാം കഴിക്കട്ടാ. നമ്മള് പിന്നെ അരി അടുപ്പി ഇട്ടാ. ആ തീ തന്നെ അങ്ങ് ഇട്ടു അണയണ്ടല്ലോ ചെയ്യും. പിന്നെ കാണാം. ബൈ.